സംസ്കാരം. സ്വത്തിനും സുഖലോൽപതയ്ക്കും ആഡംബര ജീവിതത്തിനുമായി ദൈവദാനമായ മനുഷ്യജീവനെ എന്തിന് സ്വന്തം അമ്മമാരെ പോലും കരുണയില്ലാതെ കൊന്നൊടുക്കാൻ നമുക്കിന്ന് മടിയില്ല. ഇതാ വേറിട്ടൊരു നേർക്കാഴ്ച നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കരുണയുടെ മുഖം. കൊടുത്തിട്ട് പോ, അതൊരു രസമല്ല. ഓക്കെ ഓക്കെ. ഞങ്ങളെ പോലെ കുറച്ച് മാന്യന്മാരുടെ കാവൽക്കാരോടൊപ്പം ഒരു കള്ളന്മാരോട് ജീവിക്കണടാ, അല്ലടാ? ഓ പിന്നല്ലാതെ. തോമസേട്ടാ ഒന്ന് നേരെ പിടിച്ചേ, ഒരു സെൽഫി എടുക്കട്ടെ. അവനെ വിട്ടേക്കടാ, നമുക്ക് പോകാം. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് ചെറുതാണല്ലേ, അവൻ ഒറ്റയ്ക്ക് വെക്കോ. എന്താ മോനെ ഇത്? അവനൊരു പാവല്ലേ, അവനെ വിട്ടേക്ക്. ഒന്ന് മാറ്റിക്ക് തള്ളേ. വേണ്ടേട്ട വിട്ടേക്ക്. ഈ മാതിരി കേസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാ പിന്നെ വലിയ കൊല്ലാപ്പാവും. ആ അത് ശരിയാ, നല്ല അടി കൊടുത്തിട്ട് വിട്ടേക്കാം. മോനെ പതുക്കെ. കഴിക്കാനെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഞാൻ അവിടെ ഇരിക്കുന്നു. എനിക്ക് വിശക്കുന്നു. മോന്റെ മുഖത്ത് എന്ത് പറ്റി? ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ അമ്മ, ഞാനിവിടെ വന്നപ്പോ ഇവിടെയൊന്നും കടയില്ലായിരുന്നു. പിന്നെ അങ്ങ് ദൂരെ പോയി മേടിച്ചോണ്ട് വന്നത്. അതുകൊണ്ടാ അമ്മയ്ക്ക് ഞാൻ പലഹാരം വാങ്ങിയിട്ടുണ്ട്. ദാ അമ്മ കഴിക്കി. നീ കഴിച്ചോടാ? ആ ഞാൻ കഴിച്ചു.
കഴിച്ചു. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരമ്മ. എനിക്ക് വയറ് നിറച്ചു തന്നു. അമ്മ കഴിക്കി. ഒന്ന് വേഗം നടക്ക്. 1500 രൂപയുടെ മരുന്നാ വാങ്ങിയത്. ഒരസുഖമില്ല, വെറുതെ ഓരോരോ തോന്നലേ. ഇത് കൂടി കഴിക്കമ്മ. മോനും കഴിക്കേ. അമ്മയാണോ? അമ്മയ്ക്ക് കൊടുക്കാനാണോ നീ മോഷിച്ചേ? അപ്പൊ നിനക്ക് പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്താ നിങ്ങൾ ആരും ചോദിക്കാതിരുന്നെ? വിശന്നിട്ടാണോ മോഷ്ടിച്ചേന്ന്? ഒരാഴ്ചയെ എന്റെ അമ്മയും ഞാനും വല്ലതും കഴിച്ചിട്ട്. പണിക്ക് പോവാൻ മടിയായിട്ടില്ല. എന്റെ ഹൃദയത്തിന് ഒരു തകരാറ്. അതുകൊണ്ടാണ്